എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളുടെ ഇന്നലത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു. എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് കമന്റ്സ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ഇൻപുട്ട് ഡിവൈസസ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് പറഞ്ഞാല് അതിന്റെ ബാക്കിയായിട്ടുള്ള ഔട്ട്പുട്ട് ഡിവൈസും പറയണം, എങ്കിലേ നമ്മുടെ ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പൊ ഒരുപാട് പേര് ഡൗട്ട് ആയിട്ടും ഒക്കെ പറഞ്ഞൊരു ടോപ്പിക്കാണ്. അപ്പൊ ഇന്നലത്തെ ക്ലാസ് കണ്ടപ്പോ എല്ലാവർക്കും വളരെ എളുപ്പം തന്നെ മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ഔട്ട്പുട്ട് ഡിവൈസസ് ആണ് പറയാൻ പോകുന്നത്. അപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു യുവർ ഫാമിലി. നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക. അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല, നമുക്കപ്പോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഡയറക്റ്റ് പോകാം. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഡിവൈസസും അതുപോലെ തന്നെ എന്താണ് ഈ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്, ആ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് എന്താണ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്നാണ്. അപ്പൊ പ്രയാസമൊന്നുമില്ല, നമുക്ക് എളുപ്പം തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കുമാണ്. അപ്പം ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന്. അപ്പൊ ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞാല് അതിനു മുൻപേ നമ്മൾ ഇൻപുട്ട് എന്താന്ന് കൂടെ ഒന്ന് പറയാം. ഇൻപുട്ട് എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടറിനകത്തോട്ട് കൊടുക്കുന്ന വിവരങ്ങൾ, അതിന് പറയുന്ന പേരാണ് ഇൻപുട്ട്. അപ്പൊ ആ കമ്പ്യൂട്ടറിനകത്തോട്ട് വിവരങ്ങൾ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് പറയുന്ന പേരാണ് ഇൻപുട്ട് ഡിവൈസസ്. അപ്പൊ ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് എന്ന്. അപ്പൊ നമ്മൾ ഈ ഇൻപുട്ട് ഡിവൈസസ് ഉപയോഗിച്ച് കമ്പ്യൂട്ടറിനകത്തോട്ട് കൊടുത്ത വിവരങ്ങൾ എന്ത് ചെയ്തു, കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്ത് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. അപ്പൊ ആ റിസൾട്ടിന് പറയുന്ന പേരാണ് ഔട്ട്പുട്ട്. അപ്പൊ സിംപ്ലി പറയുവാണെങ്കിൽ ഔട്ട്പുട്ട് ഈസ് ദ റിസൾട്ട്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, റിസൾട്ട് ആണ്. നമ്മൾ കൊടുക്കുന്ന കാര്യം പ്രോസസ്സ് ചെയ്ത് ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ടിന് പറയുന്ന പേരാണ് ഔട്ട്പുട്ട്. അപ്പൊ ഇത്രയും ഓർത്താൽ മതി. ഔട്ട്പുട്ട് എന്താന്ന് ചോദിച്ചാൽ ഔട്ട്പുട്ട് ഈസ് ദി റിസൾട്ട്. അപ്പൊ ഈ ഒരു ഔട്ട്പുട്ട് നമ്മളുടെ കയ്യിൽ എത്താൻ വേണ്ടി, പ്രോസസ്സ് ചെയ്ത് നമ്മളുടെ കയ്യിൽ എത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് പറയുന്ന പേരാണ് ഔട്ട്പുട്ട് ഡിവൈസസ്. അപ്പൊ സിമ്പിൾ ആണ്. ഇൻപുട്ട് എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടറിനകത്തോട്ട് കൊടുക്കുന്ന വിവരങ്ങളാണ് ഇൻപുട്ട്. ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടറിനകത്തോട്ട് വിവരങ്ങൾ കൊടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, അതാണ് ഇൻപുട്ട് ഡിവൈസസ്. ഇനിയിപ്പൊ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാല് നമ്മൾ ഇൻപുട്ട് ഉപയോഗിച്ച് കമ്പ്യൂട്ടറിനകത്തോട്ട് കൊടുക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്ത് നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന റിസൾട്ടിന് പറയുന്ന പേരാണ് ഔട്ട്പുട്ട്. അപ്പൊ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാലേ നമ്മുടെ മൈൻഡിൽ വരണം, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, റിസൾട്ട് ആണ്. ഇനി ഈ ഒരു റിസൾട്ട് നമുക്ക് കിട്ടാൻ വേണ്ടി, നമ്മളുടെ കയ്യിൽ എത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസസ് ആണ് ഔട്ട്പുട്ട് ഡിവൈസസ്. അപ്പൊ എളുപ്പമോ, പ്രയാസമൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ ക്ലാസ് ഒന്ന് 2-3 തവണ ആവർത്തിച്ച് കേട്ട് കഴിയുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ അങ്ങ് പഠിച്ചു പോയിക്കോളും. അപ്പൊ ഇനി പറയാനുള്ളത്, ഈ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാല് 2 തരത്തിലുണ്ട്. സോഫ്റ്റ് കോപ്പിയും ഉണ്ട്, അതുപോലെ തന്നെ ഹാർഡ് കോപ്പിയും ഉണ്ട്. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കി, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാല് എത്ര തരത്തിലാണ്, 2 തരത്തിലാണ് ഔട്ട്പുട്ട്. ഹാർഡ് കോപ്പി ആയിട്ടും ഉണ്ട്, അതുപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം സോഫ്റ്റ് കോപ്പി ആയിട്ടും ഉണ്ട്. ഇനിയിപ്പോ ഹാർഡ് കോപ്പി എന്ന് പറഞ്ഞാല് അതായത് നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്ത് അതിന്റെ റിസൾട്ട് നമുക്ക് പേപ്പറിൽ പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്, നമ്മുടെ കയ്യിൽ കിട്ടണം. പ്രിന്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടുന്നതിനെയാണ് നമ്മൾ ഹാർഡ് കോപ്പി എന്ന് പറയുന്നത്. ഇനിയിപ്പോ സോഫ്റ്റ് കോപ്പി എന്ന് പറഞ്ഞാല് നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്ത് നമ്മുടെ ഈ കമ്പ്യൂട്ടറിന്റെ ഈ കാണുന്ന സ്ക്രീന്, അതായത് കമ്പ്യൂട്ടറിന്റെ ഡിസ്പ്ലേ സ്ക്രീനിൽ നമുക്ക് കാണുന്നതാണ് സോഫ്റ്റ് കോപ്പി. അല്ലെങ്കിൽ നമുക്ക് പെൻ ഡ്രൈവിനകത്തൊക്കെ എടുത്ത് സൂക്ഷിച്ചു കൊണ്ടുപോയി അടുത്ത കമ്പ്യൂട്ടറിലൊക്കെ ഇട്ട് നമുക്ക് അതിന്റെ ആ ഒരു കാണാമല്ലോ. അപ്പൊ അതൊക്കെയാണ് ചുരുക്കം പറഞ്ഞാല് കമ്പ്യൂട്ടറിനകത്ത് തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണുന്നതാണ് സോഫ്റ്റ് കോപ്പി. ഹാർഡ് കോപ്പി എന്ന് പറഞ്ഞാല് പ്രിന്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ വരണം, പേപ്പറിൽ പ്രിന്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ വരുന്നതാണ് ഹാർഡ് കോപ്പി എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ 2 തരത്തിലാണ്. ഹാർഡ് കോപ്പിയും ഉണ്ട്, അതുപോലെ തന്നെ സോഫ്റ്റ് കോപ്പിയും ഉണ്ട്. ഇനിയിപ്പോ നമ്മൾ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട കുറച്ച് ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണെന്ന് ഇപ്പൊ നമ്മൾ ഈ ഒരു സ്ക്രീനിൽ കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായി. അപ്പൊ ജസ്റ്റ് നമുക്ക് നോക്കാം ഏതാണ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന്. അപ്പൊ ആദ്യമേ നമ്മൾ പറയാൻ പോകുന്ന ഔട്ട്പുട്ട് ഡിവൈസ് ആണ് മോണിറ്റർ. മോണിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാവർക്കും അറിയാം.
നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്ക്രീന്, കമ്പ്യൂട്ടറിന്റെ ഈ ഒരു സ്ക്രീനിന് പറയുന്ന പേരാണ് മോണിറ്റർ. മോണിറ്റർ എന്ന് പറഞ്ഞാല് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മളെ കാണിച്ചു തരുവാണ്. ആ പ്രോസസ്സിംഗ് നടന്നിട്ട് അതിന്റെ റിസൾട്ട് നമ്മളെ കാണിച്ചു തരുവാണ്. അപ്പൊ അതാണ് മോണിറ്ററിന്റെ ഫംഗ്ഷൻ. അപ്പൊ മോണിറ്റർ എന്ന് പറഞ്ഞാല് നമുക്ക് ഈസിലി അറിയാൻ പറ്റും. മോണിറ്റർ എന്ന് പറഞ്ഞാല് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. മോണിറ്റർ എന്ന് പറഞ്ഞാല് പല തരത്തിലുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ദാ നമ്മൾ ഈ കാണുന്ന ഇതാണ് ഫസ്റ്റ് ആദ്യകാലത്തെയൊക്കെ മോണിറ്റർ എന്ന് പറയുന്നത്. അതായത് CRT, കാഥോഡ് റേ ട്യൂബ് ആണ്. അപ്പൊ ഇതാണ് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഇതിന് ചില ഡ്രോബാക്സ് ഉണ്ട്. അതായത് ഒരുപാട് ഇലക്ട്രിസിറ്റി ഇതിന് വർക്ക് ചെയ്യണമെങ്കിൽ ആവശ്യമാണ്. അപ്പൊ ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ ഒരുപാടാണ്. CRT, കാഥോഡ് റേ ട്യൂബ് എന്ന് പറഞ്ഞപ്പം നമുക്ക് മനസ്സിലായി അതിന് കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. ഒരുപാട് പവർ ഒക്കെ അതിന് ആവശ്യമാണ്. അപ്പൊ അതിനുശേഷം എന്ത് ചെയ്തു, നമ്മൾ അടുത്ത മോണിറ്റർ കണ്ടുപിടിച്ചു. അതിന്റെ പേരാണ് LCD. LCD എന്ന് പറഞ്ഞാല് നമ്മൾ ഈ കാണുന്ന മോണിറ്റർ ആണ്, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്ന് പറയും. മോണിറ്ററിന്റെ സൈസ് കുറച്ചുകൂടെ കുറഞ്ഞു. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി കുറച്ച് മാത്രം മതി. നമ്മുടെ കാഥോഡ് റേ ട്യൂബിനെ വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ച് ഇലക്ട്രിസിറ്റി മാത്രം മതി ഇത് വർക്ക് ചെയ്യാൻ. പിന്നീട് അതിനുശേഷം നമുക്ക് നോക്കുവാണെങ്കിൽ LED, നമ്മുടെ LED TV ഒക്കെ പോലെ തന്നെ LED മോണിറ്റർ. അതായത് അതിന്റെ പ്രത്യേകതയും ഇലക്ട്രിസിറ്റി കുറച്ച് മതി. അതുപോലെ തന്നെ പിക്ചേഴ്സ് ഒക്കെ നമുക്ക്, അതായത് അതിനകത്ത് കാണുന്ന കാര്യങ്ങളൊക്കെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നല്ല നീറ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ അതാണ് LEDയുടെ പ്രത്യേകത. ഇത്ര ക്ലാരിറ്റിയോടെ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ മോണിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. മോണിറ്റർ എന്ന് പറയുമ്പോൾ 3 തരത്തിലുണ്ട്. CRT ഉണ്ട്, LED ഉണ്ട്, LCD ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പം അത്യാവശ്യം നമ്മൾ ഈ ഒരു CRT എന്താണ്, അതുപോലെ തന്നെ LED എന്താണ്, അല്ലെങ്കിൽ LCD എന്താണ്, ഇതിന്റെയൊക്കെ പ്രത്യേകതകൾ അറിഞ്ഞിരുന്നാൽ മതി. ഇനിയും കുറെ ഉണ്ട്, പക്ഷെ നമുക്ക് അതൊന്നും ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ ഇതൊക്കെയാണ് മോണിറ്ററിനെ പറ്റിയുള്ള കാര്യങ്ങൾ. ഇനിയിപ്പം നമുക്ക് നോക്കാം അടുത്ത ഔട്ട്പുട്ട് ഡിവൈസസ് ഏതൊക്കെയാണെന്ന്. അപ്പൊ ഇതിനകത്ത് നമ്മൾ രണ്ടാമത് കാണുന്നത് പ്രിന്റർ ആണ്. അപ്പൊ പ്രിന്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രിന്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനത്തെ കോപ്പിയാണ്. പ്രിന്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്കറിയാം, നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ പ്രോസസ് ചെയ്ത് നമ്മുടെ കയ്യിൽ പേപ്പറിൽ കിട്ടും. അപ്പൊ അത് ഹാർഡ് കോപ്പിയാണ്. അപ്പൊ സോഫ്റ്റ് കോപ്പി എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൽ തന്നെ കാണുന്നതാണ്. ഹാർഡ് കോപ്പി എന്ന് പറഞ്ഞാൽ പേപ്പറിൽ പ്രിന്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടണം. അപ്പൊ നമ്മള് എന്താണ് പ്രിന്റർ എന്ന് പറഞ്ഞാല് ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അതായത് കമ്പ്യൂട്ടറിനകത്ത് പ്രോസസ്സ് ചെയ്ത കാര്യം നമ്മുടെ കയ്യിൽ കിട്ടും, കമ്പ്യൂട്ടറിൽ നിന്നും നമുക്ക് കിട്ടുവാണ്. അപ്പൊ അതിനുപയോഗിക്കുന്ന ഡിവൈസ് ആണ് പ്രിന്റർ എന്ന് പറയുന്നത്. ഇനിയിപ്പൊ നമുക്ക് അടുത്ത ഡിവൈസ് ഏതാണ് എന്ന് നോക്കാം. അടുത്തത് സ്പീക്കർ. സ്പീക്കർ നമുക്കറിയാം നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിനകത്ത് നിന്നും എന്തെങ്കിലും മ്യൂസിക്കുകളും നമ്മൾ കാണുന്ന സിനിമയുടെ ഒക്കെ സൗണ്ട് രൂപത്തില് അതിന്റെ റിസൾട്ട് സൗണ്ട് രൂപത്തിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് സ്പീക്കർ ഉപയോഗിക്കുന്നത്. അപ്പൊ സ്പീക്കർ എന്ന് പറഞ്ഞാല് ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഇനിയിപ്പം അടുത്തത് നമുക്ക് നോക്കാം മൈക്രോഫോൺ. ഇനിയിപ്പോ അടുത്തത് നമുക്ക് ഹെഡ്ഫോണും നമുക്കറിയാം എന്തിനാ യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിനകത്ത് നിന്നുമുള്ള പാട്ടുകളും മ്യൂസിക്കുകളും നമ്മൾക്ക് കിട്ടാൻ, നമ്മുടെ കയ്യിൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹെഡ്ഫോൺ. അതുപോലെ തന്നെ പ്രൊജക്ടർ ഒക്കെ സ്കൂളുകളിൽ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് സ്കൂളുകളിൽ മാത്രമല്ല കമ്പനീസിലും ഓഫീസിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്യുന്ന ഡാറ്റ നമുക്കൊരു വാളിലോ അല്ലെങ്കിൽ വൈറ്റ് സ്ക്രീനിലൊക്കെ ഡിസ്പ്ലേ ചെയ്ത് കാണാൻ വേണ്ടിയാണ് പ്രൊജക്ടർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതാണ് പ്രൊജക്ടർ. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പ്രൊജക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് കാണുന്ന കാര്യങ്ങൾ ഒരു വാളിലോ അല്ലെങ്കിൽ ഒരു വൈറ്റ് സ്ക്രീനിലൊക്കെ ഡിസ്പ്ലേ ചെയ്ത് കാണാനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ നമുക്ക് പറയാം, അത് പ്ലോട്ടർ ആണ്. പ്ലോട്ടർ എന്ന് പറഞ്ഞാല് ഗ്രാഫിക്സ് നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അതായത് പോസ്റ്ററും അതുപോലെ തന്നെ നോട്ടീസും, അതായത് നമുക്ക് ഡയഗ്രാംസ്, ഗ്രാഫുകളും കാര്യങ്ങളും ഒക്കെ പ്രിന്റ് ചെയ്തെടുക്കാനാണ് പ്ലോട്ടർ ഉപയോഗിക്കുന്നത്. അതായത് പേപ്പറിൽ പ്രിന്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ, ഡ്രോയിങ്സും ചാർട്ടും ബാനറും അതുപോലെ തന്നെ പോസ്റ്ററുകളും ഒക്കെ പ്രിന്റ് ചെയ്യാനാണ് ഈ ഒരു പ്ലോട്ടർ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഡിവൈസസ്. അപ്പം എല്ലാം ഇപ്പൊ നമുക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പൊ അത്യാവശ്യം ഇപ്പൊ ഒരു
ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമുക്കൊരു 3-4 പറയാൻ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത്രയുമാണ് വളരെ പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഡിവൈസസ്. ജസ്റ്റ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇനി ആർക്കെങ്കിലും മനസ്സിലായില്ല എങ്കിൽ ജസ്റ്റ് നമുക്ക് ഒന്നുകൂടെ കണ്ണോടിച്ചൊന്നു പോകാം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ഔട്ട്പുട്ട് ഡിവൈസസ് എന്താണെന്നാണ്. അപ്പൊ ഔട്ട്പുട്ട് ഡിവൈസസ് പറയുന്നതിന് മുൻപേ നമ്മൾ അറിയേണ്ട കാര്യം ഔട്ട്പുട്ട് എന്താണെന്നാണ്. അപ്പൊ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാല് റിസൾട്ട് ആണ്. നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് കൊടുക്കുന്ന വിവരങ്ങൾ കമ്പ്യൂട്ടർ പ്രോസസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ടിന് പറയുന്ന പേരാണ് ഔട്ട്പുട്ട്. ഇനി ആ ഒരു ഔട്ട്പുട്ട് നമ്മൾക്ക് കിട്ടാൻ വേണ്ടി നമ്മുടെ കയ്യിൽ നമുക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസസിന് പറയുന്ന പേരാണ് ഔട്ട്പുട്ട് ഡിവൈസസ്. അപ്പൊ ഇത്രയും പറഞ്ഞപ്പോ തന്നെ നമുക്ക് മനസ്സിലായി ഏതൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന്. ഫസ്റ്റ് വൺ നമുക്കറിയാം മോണിറ്റർ. മോണിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ആ ഒരു കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പൊ അത് നമ്മളിലോട്ട് എത്തുവാണ്. നമ്മളൊരു ചിത്രം വരച്ചു അല്ലെങ്കിൽ ഒരു സിനിമ, അപ്പൊ അത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഈ സ്ക്രീനിലാണ് കാണുന്നത്. അപ്പൊ മോണിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്ക്രീനാണ്. അപ്പൊ മോണിറ്റർ എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഇനി അറിഞ്ഞിരിക്കേണ്ടത് മോണിറ്റർ പ്രധാനമായും 3 തരത്തിലാണ്. CRT മോണിറ്റർ ഉണ്ട്, അതുപോലെ തന്നെ LED മോണിറ്റർ ഉണ്ട്, അതുപോലെ തന്നെ LCD. അപ്പൊ CRT എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യ കാലത്ത് ഉപയോഗിച്ചതാണ്. അതിന് ഒരുപാട് ഇലക്ട്രിസിറ്റി ആവശ്യമാണ് അത് വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പൊ അതിനുശേഷം പിന്നീട് കണ്ടുപിടിച്ചതാണ് LED-യും അതുപോലെ തന്നെ LCD-യും ഒക്കെ. അപ്പൊ ഈ LED-ക്കും LCD-ക്കും ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാല് നമുക്ക് ഒരുപാട് ഇലക്ട്രിസിറ്റി ഒന്നും ആവശ്യമില്ല അതിന് വർക്ക് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ പിക്ചേഴ്സ് നമുക്ക് നല്ല ക്ലാരിറ്റിയോടെ തന്നെ വൈബ്രന്റ് ആയിട്ട് കാണാനും സാധിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് പ്രിന്റർ. അപ്പൊ പ്രിന്റർ എന്തിനാന്ന് നമുക്കറിയാം. നമ്മൾ പ്രോസസ് ചെയ്യുന്ന കാര്യം പേപ്പറിൽ നമ്മുടെ കയ്യിലെത്താനാണ് നമ്മൾ ഈ ഒരു പ്രിന്റർ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രിന്ററും ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഇനി സ്പീക്കർ നമുക്കറിയാം. സ്പീക്കർ നമ്മൾ ഉപയോഗിക്കുന്ന എന്തിനാണ്? നമുക്ക് സൗണ്ട് രൂപത്തിൽ കമ്പ്യൂട്ടർ പ്രോസസ് ചെയ്യുന്ന കാര്യം നമുക്ക് കിട്ടാൻ വേണ്ടിയാണ്. ഒരു പാട്ട് കേൾക്കണം അല്ലെ സിനിമ കാണണം. അപ്പൊ ഇതിന്റെയൊക്കെ സൗണ്ട് നമ്മളിൽ എത്തണമെങ്കിൽ അതിനുപയോഗിക്കുന്ന ഉപകരണമാണ് സ്പീക്കർ. ഇനിയിപ്പോ ഹെഡ്ഫോൺ നമുക്കറിയാം. നമുക്ക് പാട്ട് കേൾക്കാൻ വേണ്ടി നമ്മളിൽ എത്താൻ വേണ്ടിയാണ്. അത് നമുക്കൊരു പാട്ട് കേൾക്കണമെങ്കിൽ നമുക്ക് ഹെഡ്സെറ്റ് വെച്ചാൽ നല്ല രീതിയിൽ കേൾക്കാൻ പറ്റും. അപ്പൊ അതിനുപയോഗിക്കുന്ന ഡിവൈസസ് ആണ് ഹെഡ്ഫോൺ. പിന്നെ പറഞ്ഞത് പ്രൊജക്ടർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിനകത്ത് കാണുന്ന വിവരങ്ങൾ ഒരു വാളിലോ അല്ലെങ്കിൽ ഒരു വൈറ്റ് സ്ക്രീനിലോ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനാണ് പ്രൊജക്ടർ. അപ്പൊ കൂടുതലായിട്ടും സ്കൂളുകളിലും ഓഫീസുകളിലും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, പ്ലോട്ടർ എന്ന് പറഞ്ഞാല് ചിത്രങ്ങൾ ഗ്രാഫിക്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതായത് പോസ്റ്ററും ബാനറും നമ്മുടെ ചാർട്ടും ഗ്രാഫും ഒക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് വളരെ പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഡിവൈസസ്. ഇനിയും ഉണ്ട്, പക്ഷെ നമുക്ക് എല്ലാം പഠിച്ചിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല, പ്രയാസമാണ്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ നമ്മളെ പറ്റി ഇപ്പൊ നമ്മളോട് ഒരാൾ ചോദിക്കുവാണ്, ഇതൊക്കെ കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന വിവരങ്ങളാണ്, അപ്പൊ ഇൻപുട്ട് ഡിവൈസസ് എന്താണ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പം എല്ലാം പഠിക്കാൻ ഞാൻ പറയുന്നില്ല, നമ്മൾ ഈ പറഞ്ഞ ഇത്രയും കാര്യം എളുപ്പമുള്ള കാര്യമാണ്. അപ്പൊ ഇന്നലത്തെ ക്ലാസ് കാണാത്തവർ അത് കാണണം, കണ്ടിട്ട് ഇൻപുട്ട് ഡിവൈസസ് എന്താണ് എന്ന് പഠിക്കുക. അതിനുശേഷം ഔട്ട്പുട്ട് ഡിവൈസസ്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, നമുക്ക് ഇതിനെ ഒന്നും മാറ്റി നിർത്തിക്കൊണ്ട് കമ്പ്യൂട്ടർ പഠിക്കാൻ പറയുക പറ്റില്ല. കാരണം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതിലുപരി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം.